നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന തെലങ്കാനയിൽ ടിഡിപി ബിജെപി സഖ്യം തൂത്തുവാരി. കോൺഗ്രസിനെ ഇവിടെ 0 സീറ്റിലാണ് ഒതുക്കിയത്. ഒഡീഷയിൽ ബിജെപി ഒറ്റയ്ക്ക് നിന്ന് വിജയിച്ചു. ഒഡീഷ സംസ്ഥാനം ഇനി ബിജെപി ഭരിക്കും. കാശ്മീരിൽ ഇന്ത്യ സഖ്യത്തിനാണ് മുൻതൂക്കം. നിയമസഭാ ഇലക്ഷനിൽ ആന്ധ്ര പിടിച്ചെടുത്ത ടിഡിപി ബിജെപി സഖ്യം ആന്ധ്രാപ്രദേശിലെ നിയമസഭാ സീറ്റുകൾ തൂത്തുവാരുകയായിരുന്നു. 175 മണ്ഡലങ്ങളിൽ 158 എണ്ണത്തിലും വ്യക്തമായ ഭൂരിപക്ഷം ടിഡിപി ബിജെപി സഖ്യം നേടി. ഇതോടെ ആന്ധ്രാപ്രദേശിന്റെ പുതിയ മുഖ്യമന്ത്രിയെ തെലുങ്ക് ദേശം പാർട്ടി തലവൻ എൻ ചന്ദ്രബാബു നായിഡു ജൂൺ 9 സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് വൃത്തങ്ങൾ അറിയിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചടങ്ങിൽ പങ്കെടുക്കും. നരേന്ദ്രമോദിയുടെ പുതിയ ടൈമിലെ ആദ്യ പൊതുപരിപാടിയുടെ അറിയിപ്പ് കൂടിയാണിത്. 175 നിയമസഭാ മണ്ഡലങ്ങളിൽ 158 എണ്ണത്തിലും വ്യക്തമായ ലീഡോടെ ടിഡിപിയുടെ നേതൃത്വത്തിലുള്ള സഖ്യം വൻ വിജയത്തിലേക്ക് നീങ്ങിയതോടെ ആന്ധ്രാപ്രദേശിൽ നായിഡു അധികാരത്തിലേക്ക് വന്നിരിക്കുകയാണ്. 74-കാരനായ നായിഡു 4ാം തവണയാണ് ആന്ധ്ര മുഖ്യമന്ത്രിയാകുന്നത്. 1995 മുതൽ 2014 വരെ അവിഭക്ത ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രി അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2019 YSR കോൺഗ്രസ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് വൻ തോൽവിയായിരുന്നു ടിഡിപി ഏറ്റുവാങ്ങിയത്. ഭരണവിരുദ്ധ തരംഗത്തെ മറികടന്ന് 5 വർഷത്തിന് ശേഷം തിരിച്ചുവന്നു. ആന്ധ്രാപ്രദേശിൽ ടിഡിപി ബിജെപി സഖ്യം എങ്കിലും ടിഡിപിക്ക് ഒറ്റയ്ക്ക് 131 സീറ്റുകൾ നേടി ഭൂരിപക്ഷം കിട്ടി. 1989 മുതൽ താൻ പ്രതിനിധീകരിക്കുന്ന കുപ്പം മണ്ഡലത്തിൽ നായിഡു തന്നെയാണ് നേതൃത്വം നൽകുന്നത്. 2019 151 സീറ്റുകൾ നേടിയാണ് YSR കോൺഗ്രസ് ആന്ധ്രയിൽ അധികാരത്തിലെത്തിയത്. അന്ന് ടിഡിപിക്ക് 23 സീറ്റും ജനസേനയ്ക്ക് 1 സീറ്റുമാണ് നേടിയത്. ഇത്തവണ YSR രാജശേഖര റെഡ്ഡിയുടെ മകൾ ഷർമിളയെ കളത്തിലിറക്കി പരീക്ഷണം നടത്തിയതും പരാജയ സൂചനയാണ് ലഭിക്കുന്നത്. ഒഡീഷയിൽ ബിജെപിക്ക് വൻ മുന്നേറ്റമാണ് നിയമസഭയിൽ ഉണ്ടാക്കിയതും. തെരഞ്ഞെടുപ്പിൽ ബിജെഡിയെ തകർത്ത് ബിജെപി സംസ്ഥാനത്ത് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ഉയർന്നു വരുമെന്ന് മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും ചെയ്തു. ഒഡീഷയിലെ 21 സീറ്റുകളിൽ 19 എണ്ണത്തിലും ബിജെപി ലീഡ് ചെയ്യുന്നു. നവീൻ പട്നായിക്കിന്റെ ബിജെഡി ഒന്നായി ചുരുങ്ങി. പ്രാദേശിക ഭീമനെ സംബന്ധിച്ചിടത്തോളം ഇത് അമ്പരപ്പിക്കുന്ന വീഴ്ചയായിരിക്കും. 2014 20 മണ്ഡലങ്ങളിലും 2019 12 മണ്ഡലങ്ങളിലും അവർ വിജയിച്ചിരുന്നു. ഒഡീഷ നിയമസഭയിൽ 74 സീറ്റ് പിടിച്ചാണ് ബിജെപി ഒറ്റയ്ക്ക് ഭരണം പിടിച്ചത്. നിലവിലെ ഭരണക്കാരായ ബൈജു ജനതാദളിന് 59 സീറ്റുകൾ ലഭിച്ചു. കോൺഗ്രസിന് വെറും 11 സീറ്റുകളാണ്. ഒഡീഷയിൽ ബിജെപിക്ക് വൻ മുന്നേറ്റമാണ് നിയമസഭയിൽ ഉണ്ടാക്കിയത്. തെരഞ്ഞെടുപ്പിൽ ബിജെഡിയെ തകർത്ത് ബിജെപി സംസ്ഥാനത്ത് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ഉയർന്നു വരുമെന്ന് മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും ചെയ്തു. ഒഡീഷയിലെ 21 സീറ്റുകളിലും 19 എണ്ണത്തിലും ബിജെപി ലീഡ് ചെയ്യുന്നു. നവീൻ പട്നായിക്കിന്റെ ബിജെഡി ഒന്നായി തന്നെ ചുരുങ്ങി. പ്രാദേശിക ഭീമനെ സംബന്ധിച്ചിടത്തോളം ഇത് അമ്പരപ്പിക്കുന്ന വീഴ്ചയായിരിക്കും. 2014 മുതൽ 20 മണ്ഡലങ്ങളിലും 2019 12 മണ്ഡലങ്ങളിലും അവർ വിജയിച്ചിരുന്നു. ഒഡീഷ നിയമസഭയിൽ 74 സീറ്റ് പിടിച്ചാണ് ബിജെപി ഒറ്റയ്ക്ക് ഭരണം പിടിച്ചത്. നിലവിലെ ഭരണക്കാരെ ബൈജു ജനതാദളിന് 59 സീറ്റുകൾ ലഭിച്ചു. കോൺഗ്രസിന് വെറും 11 സീറ്റുകളാണ് ലഭിച്ചത്. ജമ്മു കാശ്മീരിൽ നിന്ന് പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിനു ശേഷമുള്ള ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം വിജയിച്ചിരിക്കുകയാണ്. എന്നാൽ ജമ്മു കാശ്മീരിൽ മുൻ മുഖ്യമന്ത്രിമാരെ ഒമർ അബ്ദുള്ളയും മെഹബൂബ മുഫ്തിയും പിന്നിലാണ്. ഒമർ അബ്ദുള്ള ബാരാമുള്ളയിലും മെഹബൂബ മുഫ്തി അനന്ത്നാഗ് രജൌരി മണ്ഡലത്തിലുമാണ് പിന്നിൽ. തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി ഷെയ്ഖ് അബ്ദുൾ റഷീദിനേക്കാൾ 41,220 വോട്ടിന് പിന്നിലാണ് ഒമർ അബ്ദുള്ള. വിഘടനവാദി നേതാവിൽ നിന്ന് മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് എത്തിയ സൊജാദ് ഗനി ലോണും മത്സര രംഗത്തുള്ളതിനാൽ ത്രികോണ മത്സരമാണ് ഇവിടെ നടക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.